വിശ്വസിച്ചവരുടെ കൂട്ടം ഏക ഹൃദയവും ഏക മനസ്സും ഉള്ളവരായിരുന്നു. തനിക്കുള്ളത് ഒന്നും സ്വന്തമെന്ന് ആരും പറഞ്ഞില്ല. സകലവും അവർക്ക് പൊതുവായിരുന്നു. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 4-ാമത്തെ അധ്യായം അതിൻ്റെ 32-ാമത്തെ തിരുവചനം. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് പകൽക്കാലം വീണ്ടും ഒരു പ്രാവശ്യം കൂടി വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ പ്രഭാതത്തിലും ഈ ദൈവ ശബ്ദവുമായി നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുവാൻ സ്വർഗത്തിൽ ദൈവം അനുവദിച്ച വലിയ കൃപയോർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള പ്രഭാത വന്ദനത്തെ ഒരിക്കൽ കൂടി അറിയിക്കുന്നു. കർത്താവ് നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ വായിച്ച വേദഭാഗം ഒരു നിമിഷം ഞാൻ ചിന്തിച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ താല്പര്യപ്പെടുന്നു. വചനം നമ്മൾ വായിച്ചു. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 4-ാമത്തെ അതിൻ്റെ 32-ാമത്തെ വാക്യം. വിശ്വസിച്ചവരുടെ കൂട്ടം ഏക ഹൃദയവും ഏക മനസ്സും ഉള്ളവരായിരുന്നു. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വചനം ഇവിടെ അവൻ പറയുന്നൊരു കാര്യമുണ്ട്. വിശ്വസിച്ചവരുടെ കൂട്ടം ഏക ഹൃദയവും ഏക മനസ്സും ഉള്ളവരായിരുന്നു. ഇന്ന് നമുക്ക് ലോകത്തിൽ നോക്കാമെങ്കിൽ ഏക മനസ്സും ഏക ഹൃദയവും ഉള്ളവർ ആരെന്ന് ചോദിച്ചാൽ വിശ്വാസികളുടെ കൂട്ടം മാത്രമേ അതില്ലാത്തവരായി നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ഭവനത്തിനകത്ത് കുടുംബത്തിനകത്ത് നോക്കിയാൽ പോലും ഏക മനസ്സുള്ള അല്ലെങ്കിൽ ഏക ഹൃദയമുള്ള ആരും ഉണ്ടാകത്തില്ല. എല്ലാവർക്കും പരസ്പരം വ്യത്യസ്തരായ മനസ്സും വ്യത്യസ്തരായ ഹൃദയവും വ്യത്യസ്തമായ ചിന്താഗതികളും ഉള്ളവരാണ്. ഇന്ന് പകൽക്കാൻ ഞാൻ ഇവിടെ നിങ്ങളുടെ കുടുംബത്തിനകത്ത് ഒരു സമാധാനം വേണമെങ്കിൽ, നിങ്ങളുടെ കുടുംബത്തിനകത്ത് ഒരു സ്വസ്ഥത വേണമെങ്കിൽ, നിങ്ങളുടെ കുടുംബത്തിനകത്ത് ഒരു സന്തോഷം വേണമെങ്കിൽ ഞാൻ ഒരു കാര്യം ഇന്ന് രാവിലെ കൈമാറാം. നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിങ്ങളുടെ കുടുംബത്തിനകത്ത് 4 പേരോ 5 പേരോ ഉണ്ടെങ്കിൽ എല്ലാവരും ഒരേ മനസ്സും ഒരേ ഹൃദയവും ഉള്ളവരാണെങ്കിൽ ഞാൻ കൈമാറാം. നിങ്ങളുടെ കുടുംബത്തിനകം ഒരു സ്വർഗീയ സന്തോഷമുള്ള ഒരു ഭവനമായിരിക്കും. പ്രൈസ് ദി ലോർഡ്. അതുപോലെയാണ് കർത്താവ് ഈ വേദപുസ്തകത്തിൽ നമ്മോട് പറയുന്നത്. വിശ്വസിച്ചവരുടെ കൂട്ടവും അവർ എങ്ങനെയായിരിക്കണം? ഏക ഹൃദയവും ഏക മനസ്സും ഉള്ളവരായിരിക്കണം. ഈ ലോകത്തിൽ നമുക്ക് നോക്കാമെങ്കിൽ ആയിരക്കണക്കിന് സഭകളുണ്ട്. ആരും ഒരുമിച്ച് പോകാറില്ല. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും ഒരുമിച്ചിരുന്നെങ്കിൽ നമ്മുടെ കേരളം അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യ എന്നേ രക്ഷപ്പെട്ടേനെ. ഹല്ലേലൂയ. നിങ്ങൾക്ക് നിങ്ങൾക്ക് അറിയാമോ എന്നറിയത്തില്ല, നമ്മുടെ സഭാ കൂട്ടായ്മകളുടെ അകത്ത് ഏക മനസ്സുള്ള ഏക ഹൃദയമുള്ള ആരെയും നമുക്ക് കാണുവാൻ കഴിയത്തില്ല. ഞാൻ വലിയവനെന്നും എൻ്റെ സഭ വലിയതെന്നും എൻ്റെ കുടുംബം വലിയതെന്നും എനിക്കുള്ള കൃപ വലിയതെന്നും ഒക്കെ പറഞ്ഞ് പലരും ഒക്കെ ഇങ്ങനെ നടക്കാറുണ്ട്. എന്നാൽ ഞാൻ പറയട്ടെ, ഏക ഹൃദയത്തോടെ ഏക മനസ്സോടെ ഉള്ള ഒരു സഭയാണെങ്കിൽ, ഉള്ള ഒരു ജീവിതമാണ് ദൈവസഭയെങ്കിൽ ഞാൻ പറയാം അവരുടെ ജീവിതത്തെ അവരെ കൊണ്ട് കർത്താവിൻ്റെ വേഗത്തിൽ ചിലത് ചെയ്യുവാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. അതിൻ്റെ താഴെയുള്ള ഭാഗം അപ്പോസ്തലന്മാരെ കുറിച്ച് പറയുന്നു. തനിക്കുള്ളത് ഒന്നും സ്വന്തമെന്ന് ആരും പറഞ്ഞില്ല. പ്രൈസ് ദി ലോർഡ്. തനിക്കുള്ളത് ഒന്നും സ്വന്തമെന്ന് ആരും പറഞ്ഞില്ല. പ്രൈസ് ദി ലോർഡ്. ഈ ലോകത്തിൽ നമുക്ക് നോക്കാമെങ്കിൽ ദൈവ രാജ്യത്തിലൂടെ പ്രയോജനപ്പെടുന്ന കർത്താവിൻ്റെ സഭയിലുള്ള അനേകങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. ഞാൻ വലിയവൻ, എനിക്ക് ഇന്ന കൃപയുണ്ട്, എനിക്ക് ഇന്നതുണ്ട്, എനിക്ക് ഭൂതശാന്തിയുണ്ട്, എനിക്ക് രോഗശാന്തിയുണ്ട്, എനിക്ക് അതുണ്ട്, എനിക്കിതുണ്ട് എന്ന് പറഞ്ഞ് ഞാൻ വലിയവൻ, മറ്റുള്ളവരൊന്നും എല്ലാവരും ചെറിയവരാണ് എന്ന് പറഞ്ഞ് നടക്കാൻ ഇന്നത്തെ ലോകത്തിലെ സഭകൾക്ക് കഴിയുന്നുള്ളൂ. എന്നാൽ ഇന്ന് പകൽക്കാലം അപ്പോസ്തലന്മാർ പറഞ്ഞൊരു കാര്യമുണ്ട്. തനിക്കുള്ളത് ഒന്നും സ്വന്തമെന്ന് ആരും പറഞ്ഞില്ല. പ്രൈസ് ദി ലോർഡ്. സ്വന്തമല്ല ഇത്, കർത്താവ് തന്നതാ. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ആരും അഹങ്കരിക്കുവാനോ ആരും പറയുവാനോ സ്വന്തമെന്ന് പറയുവാനോ നമുക്കൊന്നുമില്ല. ഇത് തന്നത് കർത്താവിന് സ്വന്തമായത്. ഹല്ലേലൂയ. നമുക്ക് ആരോ തന്നു കുറച്ച് ദിവസം ഉപയോഗിക്കുവാൻ, കുറച്ച് ദിവസത്തേക്ക് നമ്മുടെ കൃപകളെ ഒന്ന് ഉപയോഗിക്കുക. ദൈവം നമുക്ക് ദാനമായി തന്നതാ അത്.
അത് സ്വന്തമല്ല, ദൈവം നമുക്ക് തന്ന. ഇന്ന് പകൽക്ക് ഞാൻ പറയട്ടെ, നിങ്ങളുടെ ആത്മീക ജീവിതത്തിനകത്താണെങ്കിലും ഭൗതിക ജീവിതത്തിനകത്താണെങ്കിലും വിശ്വസിക്കുക, ഈ ലോകത്ത് നമ്മൾ ചില നാളുകൾ ജീവിക്കുന്നു. നമ്മുടെ ജീവിതത്തിനകത്ത് ഉള്ള നന്മകളൊന്നും നമ്മുടെ സ്വന്തമല്ല. നമുക്കുള്ളതെല്ലാം ഹല്ലേലൂയ ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ ആർക്കൊക്കെയോ വിട്ടിട്ട് പോകേണ്ടതാണ്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ദൈവമക്കൾ ശ്രദ്ധിക്കുക, തനിക്കുള്ളതൊന്നും സ്വന്തമെന്ന് ആരും പറഞ്ഞില്ല. അതാരും പറയുക, അപ്പോസ്തലന്മാർ പറയുക. അതുപോലെ ഒരനുഭവത്തിലേക്ക് നിങ്ങളുടെ ജീവിതം കടന്നു വരട്ടെ. സകലവും അവർക്ക് പൊതുവായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അവരുടെ ജീവിതത്തിനകത്തുള്ളതെല്ലാം അപ്പോസ്തലന്മാർ പറയുന്നത് സകലവും ഞങ്ങൾക്ക് പൊതുവായിരുന്നു. അത് കൃപകളെ പ്രാപിച്ചിട്ട് അത് സ്വന്തം നേട്ടത്തിനും സ്വന്തം ജീവിതത്തിനകത്തും ഉപയോഗിക്കുവാനല്ല അവർ താല്പര്യപ്പെട്ടത്. പിന്നെയോ അത് പൊതുവായിരുന്നു, പൊതുവായിട്ട് ഉപയോഗിക്കുവാൻ. ആർക്കൊക്കെ അത് വേണോ അത് ദാനമായി കൊടുക്കുവാൻ അവർ തയ്യാറായി. ആർക്കൊക്കെ വേണോ അത് അവർക്ക് ദാനമായി കൊടുക്കുവാൻ അവർ തയ്യാറായി. ഇന്ന് രാവിലെ എൻ്റെ ശബ്ദം കേൾക്കുന്ന പ്രിയ ദൈവത്തിൻ്റെ മക്കളെ, ജീവിതത്തിനകത്ത് ദൈവം നിങ്ങൾക്ക് കൃപ തന്നോ, ദൈവം നിങ്ങൾക്ക് അഭിഷേകം തന്നോ, ദൈവം നിങ്ങളെ നിറച്ചുവോ, ദൈവം നിങ്ങളെ അനുഗ്രഹിച്ചുവോ, ദൈവം നിങ്ങൾക്ക് നന്മകൾ തന്നുവോ, ഇന്ന് പകൽക്കാലം കർത്താവിനോട് പറ, കർത്താവേ അത് എൻ്റെ സ്വന്തമല്ല, അത് ദൈവം ഞങ്ങൾക്ക് ദാനമായി തന്നതാ. അത് പൊതുവകയായി, അത് ഒരു പൊതുവായിട്ട് നിങ്ങൾ എണ്ണുവാൻ തയ്യാറാകട്ടെ. സ്വർഗം നിങ്ങളെ അതുപോലെ മാനിക്കുവാൻ ഇടയായിത്തീരും. പ്രൈസ് ദി ലോർഡ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാത സമയത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പ്രഭാതത്തിൽ കർത്താവ് ദൈവശബ്ദം ഈ പ്രിയമക്കളുടെ കാതുകളിലേക്ക് എത്തിച്ചേരുമ്പോൾ കർത്താവിൻ്റെ ജീവിതത്തിനകത്ത് വലിയ വ്യത്യാസങ്ങളുണ്ടാകട്ടെ. ഏക മനസ്സും ഏക ഹൃദയവുമുള്ളവരായി തനിക്കുള്ളത് ഒന്നും സ്വന്തമെന്ന് പറയാതെ, ഞങ്ങളുടെ കഴിവെന്ന് പറയാതെ, നേടിയത് തങ്ങളുടെ കഴിവെന്ന് പറയാതെ, സകലവും പൊതുവായി കൊടുക്കുവാൻ, സകലവും പൊതുവെന്ന് എണ്ണുവാൻ ദൈവം ഈ ജനത്തെ സഹായിക്കണം. കർത്താവിൻ്റെ കൃപ കൂടെ ഇരിക്കണം. ഈ തിരുവചനങ്ങൾക്ക് എത്തുമ്പോൾ പ്രിയമക്കളുടെ ജീവിതങ്ങൾ, അവരുടെ കുടുംബങ്ങൾ ഒക്കെ അനുഗ്രഹിക്കപ്പെടട്ടെ. ദൈവത്തിൻ്റെ സാന്നിധ്യം ഇന്ന് പകലിലും ഈ പ്രഭാതത്തിലും പ്രിയമക്കളോട് കൂടെ ഇരിക്കണം. അവരുടെ ജീവിതങ്ങളുടെ അകത്ത് വലിയ വ്യത്യാസങ്ങളുണ്ടാകട്ടെ. അവരുടെ കുടുംബത്തിനകത്ത് ഏക ഹൃദയമുള്ള, ഏക മനസ്സുള്ള അവരായി മാറട്ടെ. എല്ലാവരും ഒരുമിച്ച് ഒരേ മനസ്സോടെ സന്തോഷത്തോടെ അവർ ജീവിക്കട്ടെ. കർത്താവിൻ്റെ കൃപ കൂടെ ഇരിക്കണം. സമാധാനം അവരുടെ കുടുംബത്തിനകത്ത് വ്യാപരിക്കണം. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കൃപയോട് കേൾക്കണം ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ.